നമുക്കെല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട്. എൻ്റെയും വീടിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി സഹായിച്ച ഒരു വ്യക്തിയാണ് സുനിലച്ചായൻ. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ദൈവം നമുക്ക് ഓരോരുത്തരും അതാത് സമയങ്ങളിൽ കണ്ടെത്തി നമുക്ക് എത്തിക്കും. അതിൽ ഒരു വ്യക്തിയാണ്. വേറെ ഉണ്ട് ബോബി, സതീഷ്, അവരെല്ലാം സഹായിച്ചതുണ്ട്. അതിൻ്റെ കൂടാതെ പേപ്പർ വർക്ക് എല്ലാം നടത്തിയത് നമ്മുടെ സുനിലച്ചായനാണ്. അച്ചായൻ ഈ ഇതിലേക്ക് ഒത്തിരി നാളുകൊണ്ട് ഉള്ള മനുഷ്യനാണ്. അച്ചായനെ നമ്മളിവിടെ ക്ഷണിച്ചു കൊള്ളുന്നു ഈ ടോക്കിലേക്ക്. Hello. Good afternoon, everyone. Hello. Good afternoon, everyone. Just personal introduction. എൻ്റെ പേര് സുനിൽ ജേക്കബ്. ഈ പള്ളിയിലെ വൺ ഓഫ് ദി ബിഗിനിങ് മെമ്പേഴ്സാണ്. തുടക്കം തൊട്ടേ ഞാൻ ഇവിടെ ഉണ്ട്. എൻ്റെ ഫാമിലി, എൻ്റെ വൈഫ് പ്രീതി ഒരു ടീച്ചറാണ്. 2 kids. മൂത്ത ആൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഈ പ്രസൻറ്റേഷന് റിഷോൺ. ഇളയാളുടെ പേര് ബ്രയൻ. അവൻ 8ാം ക്ലാസ്സിലാണ്. ഞാൻ ഓസ്ട്രേലിയ വന്നിട്ട് ഒരു 10-16 വർഷമായി. ഇവിടെ വരുന്നതിന് മുന്നേ പപ്പുവ ന്യൂഗിനിയിലായിരുന്നു കുറച്ച് നാൾ. നാട്ടിൽ തിരുവനന്തപുരത്താണ്. നിങ്ങളെപ്പോലെ എല്ലാവരെയും പോലെ ഓസ്ട്രേലിയ വന്ന് ഒരു ലൈഫ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. അപ്പം അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്. മോർഗേജ് ബിസിനസ്സിലേക്ക് ഞാൻ എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ ബ്രീഫ് പറയാം. നമ്മളെല്ലാവരെയും പോലെയും ഓസ്ട്രേലിയയിൽ ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുമായിരുന്നു. അപ്പം 1-2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു വീട്, എല്ലാവരെയും പോലെ ഒരു വീട് വാങ്ങിക്കണം എന്ന് തോന്നി. നമ്മൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ നമുക്കറിയാം പല റെസ്ട്രിക്ഷൻസാണ്. ഒരു ആണി അടിക്കണമെങ്കിൽ നമ്മൾ 1-2 പ്രാവശ്യം ആലോചിക്കണം, ഇത് ആണി അടിക്കണോ ഈ വീട്ടിൽ. ഇപ്പോൾ പല പ്രശ്നങ്ങളാണ്, ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല വാടകയ്ക്ക് താമസിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീട് വാങ്ങണമല്ലോ. ആ സമയത്ത് ഞാൻ വൈഫ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് സിംഗിൾ ഇൻകം ആയിരുന്നു വീട്ടിൽ. അപ്പം ആഗ്രഹം തോന്നിച്ചപ്പോൾ ഞാൻ ബാങ്കുകളെ പലരും അപ്രോച്ച് ചെയ്തു. മെയിനായിട്ടുള്ള ബാങ്കുകളെല്ലാം അപ്രോച്ച് ചെയ്തു. അപ്പം സിംഗിൾ ഇൻകം ആയതുകൊണ്ട് ചെന്നപ്പോൾ ഒരു വെൽക്കമിങ് റെസ്പോൺസ് അല്ല കിട്ടിയത്. അപ്പം ഒരു റൺ അറൗണ്ട്, ഒരു കറക്റ്റ് ആൻസർ കിട്ടുന്നില്ല. പല ബാങ്കുകളും, നമ്മൾ ബാങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് മുന്നോട്ട് പോയി അവിടെ ചെന്ന് അവരെ കാണുന്നു, മീറ്റ് ചെയ്യുന്നു, അരമണിക്കൂർ മീറ്റ് ചെയ്യുന്നു. അവർ കുറേ കഴിഞ്ഞ് ഒരു നെഗറ്റീവ് ആൻസർ തരുന്നു. നമുക്ക് ഉദ്ദേശിക്കുന്ന എമൗണ്ട് കിട്ടുന്നില്ല സിംഗിൾ ഇൻകം ആയതുകൊണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് എൻ്റെ ഒരു കൊളീഗ് എനിക്ക് ഒരു നമ്പർ തന്നു. ആ പുള്ളി യൂസ് ചെയ്ത ഒരു മോർഗേജ് ബ്രോക്കറിന് യൂസ് ചെയ്യാൻ റെഫറൻസ് തന്നു. അപ്പോൾ ഞാൻ ആ പുള്ളിയെ വിളിച്ചപ്പോടെ ഈ ഹോൾ പ്രോസസ്സ് വളരെ ഈസിയാണ്. ആ പുള്ളി എന്നെ കറക്റ്റ് നോളജബിൾ ആയിട്ട് എനിക്ക് തോന്നി. He showed me the right way how to get a right home loan and then what I required and to my requirements. So that was my journey too, and I loved the process. Again, അവർ home loan ചെയ്തു, എന്നെ ഹെൽപ്പ് ചെയ്തതൊക്കെ വെച്ച്. So it made a big impact in my life to getting into my dream home in the beginning. So that inspired me to become a home loan specialist. So ഞാൻ കഴിഞ്ഞ 11-12 വർഷമായിട്ട് ഇത് തന്നെ ചെയ്യുന്നു. സോ ദൈവം സഹായിച്ച് എല്ലാം ഒരുവിധം ഓക്കെ ആയിട്ട് പോകുന്നു. സോ ദാറ്റ്സ് ഹൗ ഐ ബിക്കേം എ മോർഗേജ് ബ്രോക്കർ. സോ മോർഗേജ് ബ്രോക്കേഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 70% ഓഫ് ദ ലോൺസ് ഇൻ ഓസ്ട്രേലിയ ഈസ് ഡൺ ബൈ മോർഗേജ് ബ്രോക്കേഴ്സ്. ഓൺലി ദ റിമൈനിങ് ഈസ് ഡൺ ബൈ ഡയറക്റ്റ് ബ്രാഞ്ചസ്. സോ we do a lot of business in general and we try to help the community to get into new homes. Okay, so what is the purpose of this presentation? The main purpose is to give you a brief idea on what to do and how to do and a guide and help you in planning to get to a home loan or get into a home basically. Nobody wants a loan unless it is required. Yeah, we all need a home loan unless you win a lotto. ഈ ട്യൂസ്ഡേ ഒരു പറയുമായിരുന്നു ഈ പ്രസൻറ്റേഷന് മുന്നേ, ഒരു ലോട്ടോ ഉണ്ട് 20 മില്യനാണ്. എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല, അത് വേറെ കാര്യം. സോ 20 മില്യൺ എടുത്താൽ മതി. അടിക്കുന്നില്ല, എന്നേലും അടിച്ചാൽ നമുക്കിതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല, കാശ് കൊടുത്ത് വീട് വാങ്ങിക്കാം.
അടിച്ചില്ലെങ്കിൽ ഇത് കേട്ടോ, ആവശ്യം വരും. അപ്പം മെയിനായിട്ട് കീ ആയിട്ട് ഇത് ഉദ്ദേശിക്കുന്നത് ഒരു പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യാനാണ്. വളരെ ബേസിക് ആണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. ബിക്കോസ് എവറി ഹോം ലോൺ ഈസ് ഡിഫറെൻറ്റ്, എവറി ഇൻഡിവിജ്വൽ സർക്കംസ്റ്റാൻസസ് ഡിഫറെൻറ്റ്, റൈറ്റ്? സോ വെരി ബേസിക് ആയിട്ടുള്ള കാര്യമായി പറയുന്നത്, every home loan, like I said, every home loan is unique and every person's situation is different. Okay, next. ആദ്യമേ നമ്മൾ ഒരു ഹോം ലോൺ എടുക്കുന്നതിന് മുന്നേ ഫസ്റ്റ് വരുന്ന മനസ്സിലെ ക്വസ്റ്റ്യൻ, ഓക്കെ, എൻ്റെ ജോലിയും എൻ്റെ സിറ്റുവേഷനും വെച്ച് എനിക്ക് എത്ര ബോറോയിങ് കപ്പാസിറ്റി ഉണ്ട്, എത്ര രൂപയുടെ വീട് വാങ്ങാം? അപ്പം നമ്മൾ ഒരു ഏജൻറ്റിനെ പോയി കാണുമ്പോഴോ അതിന് മുന്നേ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഹാവിങ് ദാറ്റ് കോൺവെർസേഷൻ വിത്ത് യുവർ ബാങ്ക് ഓർ എ മോർഗേജ് ബ്രോക്കർ. എത്ര രൂപ നമുക്ക് ലോൺ എടുക്കാൻ പറ്റും? ഈ ഇത്രയും 7 മെയിൻ ഫാക്ടേഴ്സ് ആണ് included. There may be other nominal factors, but these are the main factors which determines your borrowing capacity. First thing is income. Income നമുക്കെല്ലാം അറിയാം. നമ്മുടെ ജോബിനെ ബേസ് ചെയ്തുള്ള പേ സ്ലിപ്സ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ 2 ഫൈനാൻഷ്യൽ ഇയേഴ്സ്. സോ പേ സ്ലിപ്പ് എന്ന് പറയുമ്പോൾ എടുത്ത് പറയാനുള്ളത്, നമ്മുടെ ഇവിടെ കൂടുതലും ഒത്തിരി നേഴ്സസ് ഒക്കെ ഉണ്ട്. സോ ബേസിന് പുറമെ അലവൻസ്, ലോഡിങ്, ഷിഫ്റ്റ് ലോഡിങ്, അങ്ങനെയുള്ളതെല്ലാം നമുക്ക് മോസ്റ്റ്ലി 100% ഇൻകം ആയിട്ട് എടുക്കാം. 2 പേ സ്ലിപ്പാണ് സാധാരണ ബാങ്കുകൾ കാണാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കല്ലേ, നമ്മൾ 2 പേ സ്ലിപ്പിൽ കൂടുതൽ ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ ലോൺ കിട്ടും. അങ്ങനെയല്ല. അവർ നോക്കുന്നത് അതിൽ ഇയർ ടു ഡേറ്റ് എന്ന് പറഞ്ഞൊരു കോളമുണ്ട്, YTD. ആ YTD നമ്മളെ ബാങ്കുകളെ കാണിക്കും, അല്ലെങ്കിൽ നമുക്കും കാണാം അത് എത്ര രൂപ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അപ്പം അതിനെ ബേസ് ചെയ്താണ് കാൽക്കുലേഷൻ നടത്തുന്നത്. ഇപ്പോൾ ഒരു പേ സ്ലിപ്പിൽ നമുക്ക് ഒരു $7,000 ഇൻകം കാണിക്കുന്നു പറഞ്ഞിട്ട് അത് നമുക്ക് ബെനിഫിഷ്യൽ ആയെന്ന് വരില്ല. ഇറ്റ് ക്യാൻ ആഡ് ഓൺ. പക്ഷേ YTD കോളമാണ് ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ഈ വർഷം ആ ഫൈനാൻഷ്യൽ ഇയറിൽ നമുക്ക് എത്ര രൂപ കിട്ടിയെന്നുള്ളതാണ് ബാങ്കുകൾ നോക്കുന്നത്. പിന്നെ എക്സിസ്റ്റിംഗ് ഡെപ്റ്റ്സ് നമ്മുടെ ബോറോയിങ് കപ്പാസിറ്റിയെ ബാധിക്കുന്നു. നമുക്ക് ഒരു കാർ ലോൺ ഉള്ള ആളിനെക്കാട്ടിലും കൂടുതൽ ലോൺ കിട്ടും കാർ ലോൺ ഇല്ലാത്ത ആൾ. സോ അത് ഏതായാലും ക്രെഡിറ്റ് കാർഡ്, ഇപ്പോൾ എക്സാമ്പിൾ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ്സ് ഹൈ ആണെങ്കിൽ നമ്മുടെ ബോറോയിങ് കപ്പാസിറ്റി കുറയും. ദാറ്റ്സ് ജസ്റ്റ് കോമൺ. സോ ദ ബാങ്ക് ലെൻഡേഴ്സ് പ്രിഫർ സം prefer a low debt income ratio. Yeah. So credit history എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ ക്രെഡിറ്റ് കാർഡ്സ്, കാർ ലോൺ, നമ്മുടെ റീപേയ്മെൻറ്റ്സ് എല്ലാം നമ്മൾ റീപേ ചെയ്യാൻ താമസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റീപേയ്മെൻറ്റ്സ് എല്ലാം all lenders report it to the credit file. Yeah. If നമ്മൾ ക്രെഡിറ്റ് കാർഡ് 2-3 മാസം നമ്മൾ ഇഗ്നോർ ചെയ്തു, റീപേയ്മെൻറ്റ് ഡിലേ ആയെങ്കിൽ അത് നമ്മളെ ക്രെഡിറ്റ് ഫയലിനെ ബാധിക്കും. റൈറ്റ്? സോ ഈവൻ ദോ ഇതിന് പോസിറ്റീവിനെക്കാട്ടിലും കൂടുതൽ ഈ ക്രെഡിറ്റ് ഹിസ്റ്ററി നമ്മളെ നെഗറ്റീവായിട്ടാണ് ബാധിക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പം നമ്മൾ ഏതെങ്കിലും ലെൻഡർ ക്രെഡിറ്റ് കാർഡ് നമ്മൾ അടയ്ക്കാൻ ലേറ്റായി നമ്മൾ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഡീഫോൾട്ട് നോട്ടിഫിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ, റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇറ്റ് ക്യാൻ ഹാം യു ഫോർ 5 years, up to 5 years or more than that. Because നമുക്ക് ബാങ്ക്സ് ഡീഫോൾട്ട് ഉള്ളവരെ മേജർ ബാങ്ക്സ് they do not consider for they will there are many lenders, but generally that makes your life harder credit if you don't manage your credit discipline. അടുത്തത് ഡെപ്പോസിറ്റ് സൈസ്. ജനറലി ബിറ്റ്വീൻ 5 to 20% ആണ് ബാങ്കുകൾ ഡെപ്പോസിറ്റ് ആഗ്രഹിക്കുന്നത്. 5% ജെനുവിൻ സേവിങ്സ് കാണാൻ മിക്ക ബാങ്കുകളും ആഗ്രഹിക്കുന്നുണ്ട്. 20% താഴെ ഡെപ്പോസിറ്റ്, കുറവ് ഡെപ്പോസിറ്റ് ഉള്ളവർക്ക് സാധാരണ ലെൻഡേഴ്സ് മോർഗേജ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇൻഷുറൻസ് ആണ്, അത് ബാങ്ക് ടേക്സ് ഓൺ അസ് in case we default. So that doesn't help us in any way. It only protecting the bank if we default. So അത് ഈ ഡെപ്പോസിറ്റ് സ്കീമിൻ്റെ കാര്യം പറയും. ഇപ്പം പല സ്കീംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മെഡിക്കോ സ്കീം, nurses can get 10% ഡെപ്പോസിറ്റിൽ LMI വേവർ കിട്ടും. അങ്ങനെ പല ഡിഫറെൻറ്റ് സ്കീംസ് ഉണ്ട് which can help. പിന്നെ ഗവൺമെൻറ് സ്കീംസ് ലൈക്ക് ഹോം ഗ്യാരണ്ടി സ്കീംസ് which helps in ഫസ്റ്റ് ഹോം ബയേഴ്സിനൊക്കെ 5% ഡെപ്പോസിറ്റ്, അങ്ങനെയൊക്കെ ഉള്ള സ്കീംസ് ഉണ്ട്. സോ ഡെപ്പോസിറ്റ് is basically 5 to 20%. Then you depending on what schemes are available, it can vary of your deposit. പിന്നെ അടുത്ത മെയിനായിട്ട് പറയാനുള്ള ലിവിങ് എക്സ്പെൻസ്. ജനറൽ എക്സ്പെൻസ് ലൈക്ക് ഗ്രോസറി ബിൽസ്, നോർമൽ ബിൽസ് എല്ലാം ഒരു ജനറൽ കാറ്റഗറി വരും.
എടുത്തു പറയാനുള്ളത് 2-3 എക്സ്പെൻസ് ആണ് നമ്മുടെ ബോറിംഗ് കപ്പാസിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നത്. പ്രൈവറ്റ് സ്കൂൾ ഫീസ്, അത് നമ്മൾ പ്രൈവറ്റ് സ്കൂൾ ഫീസ്, പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് റെഗുലർ ഓവർസീസ് ട്രാൻസ്ഫേഴ്സ്, ഈ 3 ആസ്പെക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ ബോറിംഗ് കപ്പാസിറ്റി നന്നായിട്ട് കുറയും. സർട്ടൻ പെർസെൻറ്റേജ് കയറി നമുക്കിപ്പോൾ ഒരു പ്രൈവറ്റ് സ്കൂൾ ഫീസ് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്നതിനേക്കാട്ടിലും ഫോർ എക്സാമ്പിൾ 50,000 രൂപ കുറവായിരിക്കും നമ്മുടെ ബോറിംഗ് കപ്പാസിറ്റി. സോ ബി അവെയർ ഓഫ് ദാറ്റ്. അടുത്തത് ലോൺ ടൈപ്പ് ആൻഡ് ടേം. സോ the interest rate, and the lower the interest rate, the higher the borrowing capacity is. And for example 30-year loan ഉള്ള ടേം ഉള്ളവർക്കാണ് കൂടുതൽ ലോൺ കിട്ടുന്നത്. ഇൻ കേസ് യു ഗോ ഫോർ എ 15-year loan, അത് it will reduce your borrowing capacity. That's just common sense. പിന്നെ പറയാനുള്ളത് പ്രോപ്പർട്ടി ടൈപ്പ് ആൻഡ് ലൊക്കേഷൻ. സം ബാങ്ക്സ് ഡോണ്ട് ഡു റീജിയണൽ ഏരിയ, റൂറൽ ഏരിയ, and some of the banks don't accept like townhouses, duplexes, etc. So other ഒരു ഫാക്ടറാണ്. So these are the key factors in the borrowing capacity. അടുത്തത് പറയാനുള്ളത്, ഒരു ഹോം ലോൺ ആപ്ലിക്കേഷൻ സമയത്ത് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ആവശ്യം വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് തിങ്, ഇത് ഒരു സ്റ്റാൻഡേർഡാണ്, ചിലപ്പോൾ ഇതിൽ കൂടുതലും വരാം കുറവും വരാം. പക്ഷേ ഫസ്റ്റ് തിങ് ഈസ് ID documents like passport, driving license, visa, etc. രണ്ടാമത് ഇൻകം ഡോക്യുമെൻറ്റ്സ് ലൈക്ക് പേ സ്ലിപ്പ്, 2-year ബിസിനസ് ആണെങ്കിൽ 2-year ഫിനാൻഷ്യൽ, റെൻ്റൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, എക്സെട്ര. തേർഡ് ഈസ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മുടെ സാലറി, ക്രെഡിറ്റും സേവിങ്സും ഉള്ള ഒരു 3 months ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത്. അതിന് പുറമെ ലയബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈക്ക് കാർ ലോണോ ക്രെഡിറ്റ് കാർഡ്സ്, അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക്സ് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്. Okay, I would classify basically the home loans into 2. One is owner occupied and other is investment. So owner occupied എന്ന് പറയുമ്പോൾ, like I said earlier, it's like all of us, like, you know, we don't know, none of us wants to live in a rented house forever. Like I said, ഒരു ആണി അടിക്കുന്നതിന് മുന്നേ നമ്മൾ വിചാരിക്കും, ദൈവമേ ഇത് ആണി അടിച്ചാൽ പ്രശ്നമാകും എന്നുള്ളൊരു ഫീലിംഗ്. ഇത് പടം തൂക്കാൻ പറ്റുമോ, ദൈവത്തിൻ്റെ പടം തൂക്കാൻ പറ്റുമോ, എല്ലാം ഒരു പ്രശ്നമാകും വാടക വീട്ടിൽ താമസിക്കുമ്പോൾ. അപ്പം സോ എവരിബഡീസ് ഡ്രീം ഇസ് ടു ഗെറ്റ് ഇൻ ടു their own home. It gives you a lot of financial stability, helps you to develop equity in your own property, get into a property before the price starts rapidly increasing. നമുക്കെല്ലാവർക്കും അറിയാം പ്രൈസ് ഇൻക്രീസ് ആകുന്ന സമയങ്ങളാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് കയറി പറ്റുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു കോമൺ ഗോളാണ്. പിന്നെ നമ്മുടെ ഓണർ ഓക്യുപ്പൈഡിന് പല ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിൽ ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട്, അങ്ങനെ ടാക്സ് എക്സംപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ ഓണർ ഓക്യുപ്പൈഡിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫസ്റ്റ് ഹോം ബയേഴ്സ് ഇൻസെൻറ്റീവ്സ്. സോ എല്ലാ ഗവൺമെൻറ്റിന് പല സ്കീംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അറ്റ് ദ മോമെൻറ്റ് $30,000 ആണ് ന്യൂ ഹോംസിന് കൊടുക്കുന്നത്. ന്യൂ ഹോംസിന് 30,000 ഫോർ ന്യൂലി ബിൽഡ് ഹോംസ്, ഓർ എസ്റ്റാബ്ലിഷ്ഡ് ആണെങ്കിലും ആരും താമസിക്കാത്ത ഹോംസ് ആണെങ്കിൽ. ദർ ആർ മെനി ന്യൂ ഗവൺമെൻറ് ഗ്യാരണ്ടി സ്കീംസ്, പല ഗവൺമെൻറ് ഓഫേഴ്സ് ഉണ്ട് to first home buyers. So it is important you talk to your lenders or your broker on what's available for a first home buyer and what's there and what's not. So the government is heavily trying to promote people to get into their homes, first home, and whatever help is available, try and talk to your mortgage broker and try and understand better. റേറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെല്ലാവർക്കും എനിക്കറിയാം, അപ്പോൾ ഒത്തിരി ഡീറ്റെയിലിൽ പോകുന്നില്ല. ഫിക്സ്ഡ് റേറ്റ് ഉണ്ട്, വേരിയബിൾ റേറ്റ് ഉണ്ട്, ഫിക്സ്ഡ് ആൻഡ് സ്പ്ലിറ്റ് ലോൺ ഉണ്ട്, ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കമ്പൈൻഡ് ആയിട്ട് ചെയ്യാം, വിച്ച് ഇസ് മൈ ഫേവറേറ്റ്, വിച്ച് ഇസ് ഗിവ്സ് യു എ ബിറ്റ് ഓഫ് ബാലൻസ് ബിറ്റ്വീൻ ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ. ബോത്ത് ഓഫ് ദമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് സ്പ്ലിറ്റ് ലോണിൽ. Interest-only loans are mainly used for investment properties. പക്ഷേ അതിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 10 വർഷം ലോൺ അടച്ചാൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺലി അടയ്ക്കുന്നുള്ളത് കൊണ്ട് യുവർ ലോൺ 1 million ലോൺ 1 million ആയിട്ട് നിൽക്കും, അത് കുറയുന്നില്ല. അതാണ് അതിൻ്റെ ഒരു ശ്രദ്ധിക്കേണ്ട
പോയിന്റ്. ഓക്കെ, അടുത്തതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയെ കുറിച്ച് ഒന്ന് പറയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി നമ്മൾ വാങ്ങിക്കുന്നത് മെയിൻലി ഫോർ ബിൽഡിംഗ് ഇക്വിറ്റി, to gain capital gains, generate an additional income by rent, to get a bit of cash flow, take taxation benefits, capital gain nu vendi work cheyyunnana normally people buy investment property. But investment property പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മൾക്ക് എല്ലാവർക്കും മിക്ക എല്ലാവർക്കും ഒരു ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഹോം ഉണ്ട്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്. സോ ലെറ്റ്സ് സേ യുവർ ഹോം, ഹൗ ടു യൂസ്, വാട്ട് ഈസ് അവൈലബിൾ യൂസബിൾ ഇക്വിറ്റി. നമ്മളെല്ലാവരും വിചാരിക്കും നമ്മുടെ വീടിൻ്റെ വില കൂടി, സോ ദ യൂസബിൾ ഇക്വിറ്റി ഈസ് ദ പ്രൈസ് ഓഫ് ദ ഹൗസ്. അല്ല. സോ ഐ ഗിവ് യു എൻ എക്സാമ്പിൾ ഓഫ് വാട്ട് യൂസബിൾ ഇക്വിറ്റി ഈസ്. നമ്മുടെ വീടിൻ്റെ വില 1 million ആണെന്ന് നോക്കുക. The remaining loan mortgage is 700,000. So the difference is 300,000. So at 300,000 equity alla. Equity aanengilum usable equity alla. So what happens is 300,000, 1 million and 20% is like 200,000. That is held by the banks in general. 20% of the equity. So the remaining of 100,000 is only usable equity. സോ ദ ഡിഫറൻസ് ആണ് നമുക്ക് യൂസബിൾ ഇക്വിറ്റി. ആ 20% അവർ ഹോൾഡ് ചെയ്തിട്ട് ബാക്കിയുള്ളതേ നമുക്ക് ജനറലി അടുത്ത പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് യൂസബിൾ ഇക്വിറ്റി. അടുത്തത് വേറൊരു സിനാറിയോ ആണ്. ഹൗ ടു, നമ്മൾക്കിപ്പോൾ നമ്മുടെ സ്വന്തം വീടിൻ്റെ ഇക്വിറ്റി യൂസ് ചെയ്ത് എങ്ങനെ ഒരു അടുത്തൊരു പ്രോപ്പർട്ടി വാങ്ങും. ഫോർ എക്സാമ്പിൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി. ഓക്കെ, സോ നമ്മുടെ വീടിൻ്റെ കഴിഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ നമുക്കൊരു 500,000 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വീട് വാങ്ങണം എന്ന് നോക്കുക. അതിന് നമുക്ക് 500,000 വേണം. അതിൽ നമുക്ക് നമ്മുടെ ഓണർ ഓക്യുപ്പൈഡിൻ്റെ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ പോലെ 100,000 ഇക്വിറ്റി നമുക്ക് അവൈലബിൾ ഉണ്ട്. സോ വൺ വേ ടു ഡു ഈസ് ആ 100,000 ഇക്വിറ്റി വേറൊരു ആ ലോണിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്യുക. 100,000 എക്സ്ട്രാ ആയിട്ട് തരും അവർ അഡീഷണൽ സ്പ്ലിറ്റ് എടുത്തിട്ട് അവർ നമ്മുടെ ബാങ്കിൽ അക്കൗണ്ടിലോട്ട് ഇട്ട് തരും, വിച്ച് നമ്മുടെ ഓഫ്സെറ്റ് അക്കൗണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സാലറി അക്കൗണ്ടിലോട്ട് ഇട്ട് തരും. ദാറ്റ് വി ക്യാൻ യൂസ് ടുവേർഡ്സ് ഡെപ്പോസിറ്റ് ഫോർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി. സേ അപ്പോൾ 500,000 ലോൺ നമ്മൾ 100,000 ലോൺ ഇത് ഡെപ്പോസിറ്റ് ഇടുകയാണെങ്കിൽ 400,000 ലോൺ. സോ അതിൻ്റെ 80% നമുക്ക് പ്രോപ്പർട്ടിയുടെ 80% ലോൺ കിട്ടും. ഈ ഒരു സിറ്റുവേഷൻ പ്രിഫർ ചെയ്യുന്ന സാധാരണ ഈ രണ്ട് പ്രോപ്പർട്ടിയും സെപ്പറേറ്റ് ആയിട്ട് നിർത്താനായിട്ടാണ്. ഇത് തമ്മിൽ ഒരു ലിങ്കുമില്ല. ഇതിന് നമ്മൾ ഇക്വിറ്റി എടുത്ത് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇടുന്നു. സോ those two loans are different, the two properties are different. So it's not connected. That is one way of doing it. Same example in a different way, which is preferred mostly because ഇതിൽ ഇങ്ങനെ ചെയ്യുമ്പം same example, everything same, but see the property price again is same 500,000, but you can have a 100% loan on that property. The reason why is because the 100,000 equity here is not cashed out, but it is cross-linked with the other property, cross-collateralized. So what banks do is they instead of cashing this out, what they will consider is these two properties as one security. So it's a combined security of both the property values. So 1.5 million at our combined loan property value to, and then they give you 80% of the loan. So in this way, you don't cash the equity out, but they cross-link it and give you the equity. This way is preferred mainly because most people want to keep the investment property loan high. ബിക്കോസ് അതിലാണ് നമുക്ക് സാധാരണ, ഞാൻ ടാക്സേഷൻ അഡ്വൈസ് അല്ല തരുന്നത്, പക്ഷേ ഒരു സാധാരണ ടാക്സേഷൻ ബെനിഫിറ്റ് കൂടുതൽ ക്ലെയിം ചെയ്യാനാണ് ഈ ഒരു ക്രോസ് കൊളാറ്ററൽ ബെനിഫിറ്റ് ലോൺ ചെയ്യുന്നത്. സോ ദാറ്റ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ലോൺ റിമെയിൻസ് ഹൈ. ആൻഡ് വൺ സജഷൻ, ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ നല്ലതായിട്ട് ബിൽഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഓണർ ഓക്യുപ്പൈഡ് ലോൺ എത്രയും മിനിമം ആയിരിക്കണം, അത്രയും മിനിമം ആയിരിക്കണം, ആസ് ലോ ആസ് പോസിബിൾ. ഇപ്പോൾ ഒരു
ഹ്യൂജ് ഓണർ ഓക്യുപ്പൈഡ് ലോൺ ഉള്ള ആൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. സോ ദ ലോവർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓണർ ഓക്യുപ്പൈഡ് ലോൺ, ഈസിയർ ടു ബിൽഡ് എ പോർട്ട്ഫോളിയോ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ലോണിൽ നമുക്ക് എങ്ങനെ റീപേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറയ്ക്കാമെന്നുള്ളതാണ് കുറിച്ചൊരു എക്സാമ്പിളാണ് ഇത്. ഇതിൽ 2 ways ഉണ്ട്. നമ്മുടെ സേവിങ്സ് വെച്ച് നമുക്ക് കുറച്ച് ബെനിഫിറ്റ് കിട്ടും. സോ എവറി ഹോം ലോൺ ക്യാൻ ഹാവ് ആൻ ഓഫ്സെറ്റ്. മോസ്റ്റ് ഓഫ് ദി ലോൺസ് ക്യാൻ ഹാവ് ആൻ ഓഫ്സെറ്റ് ഓർ എ റീഡ്രോ. അതൊരു ഡിഫറൻസ് ആയി കാണിച്ചിരിക്കുന്നത്. സോ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോം ലോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു സാലറി അക്കൗണ്ടോ സേവിങ്സ് അക്കൗണ്ടോ ഇത് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിരിക്കും നമ്മുടെ ഹോം ലോണുമായിട്ട്. സോ ദിസ് ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് യുവർ ഓഫ്സെറ്റ് അക്കൗണ്ട്. നമ്മുടെ ഓഫ്സെറ്റ് 500,000 ലോണിൽ നമുക്ക് 50,000 സേവിങ്സ് ഉണ്ടെങ്കിൽ ബാങ്ക് ക്യാൻ ഓൺലി ചാർജ് യു എൻ ഇൻട്രസ്റ്റ് ഫോർ the minus at 450,000 because you have 50,000K. You will still repay the same amount, but the amount goes into the principal account. So in that way, നിങ്ങളുടെ ലോൺ കുറച്ചുകൂടെ പെട്ടെന്ന് നടന്നു തരും. The higher, let's say നമുക്കൊരു ലോട്ടറി അടിച്ചു, 500,000 ഇതിൽ ഇട്ടു എന്ന് നോക്കുക. അപ്പോൾ 500,000 ഉണ്ടെങ്കിൽ again you don't pay any interest. Whatever your repayment, your monthly repayment goes to this principal amount, and the principal amount goes down quickly. So the more money you have in offset, earlier you can repay your home loan. Similar thing, redraw എന്ന് പറയും. ഈ ഒരു അക്കൗണ്ട് ഓഫ്സെറ്റ് അക്കൗണ്ട് കാണത്തില്ല. You can pay it directly to your home loan, and let's say for you put in 50,000 there, the bank can only charge you interest for 450. ഇത് ഒരു എക്സാമ്പിളാണ് ഒരു എങ്ങനെ ഹോം ലോൺ റീപേയ്മെൻറ്റ് നേരത്തെ ചെയ്യാമെന്നുള്ളത്. അഗെയിൻ ഒരു 600,000 ലോണിന് ഇഫ് യു പേ എ മന്ത്ലി $100,000 എക്സ്ട്രാ എവറി മന്ത്, യു ക്യാൻ റിഡ്യൂസ് ദ ഹോം ലോൺ to 18 years. The 30 years loan can be reduced to 18 years. So that's just an example for easy understanding, and it will help in this example you will be able to save about $320,000 over the term, saving 18 years. SMSF ഒരു ഇപ്പോഴത്തെ ഒരു വളരെ പോപ്പുലർ ഒരു സംഭവമാണ്. Again, this is not any taxation advice or legal advice or financial advice. ഇത് എല്ലാവരും അവരവരുടെ ഒരു ഇത് ഫിനാൻഷ്യൽ അഡ്വൈസറിനെയും ഒരു ലോയറിനെ അല്ലെങ്കിൽ അക്കൗണ്ടന്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് ഡിസൈഡ് ചെയ്യാവുള്ളൂ. ബിക്കോസ് ദിസ് ഇസ് ക്വൈറ്റ് എ സെൻസിറ്റീവ് ടോപ്പിക്. സോ SMSFനെ പറ്റി ഒരു ബേസിക് ഐഡിയ തരാം. എന്താണ് ഡീറ്റെയിലിൽ പോകുന്നില്ല. SMSF സാധാരണ ചെയ്യുന്നത് നോർമലി ദ ബോറോയിങ് കപ്പാസിറ്റി നമുക്ക് സൂപ്പർ യൂസ് ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങാം. only investment property. Owner occupied വാങ്ങാൻ പറ്റില്ല SMSF through. ഇത് is set up through a solicitor and an accountant. So basically you transfer your super funds into your own, you create a company, you transfer it into your own super fund. So you yourself are going to be responsible and managing your super, not your other company, what you're doing, like typically Queensland super. So you are taking ownership of it and you're going to invest it in your own, whatever you're recurring to. You can there are certain very strict guidelines, government guidelines. Your solicitor would tell you what you can do and what you cannot do. Adana adinte oru setup. So basically you create a super fund, then you create a trust or an individual or a company trust where the trustees are the beneficiary, which is typically you or your partner, etc. And you can buy a property with that trust, but you don't hold the property. It's a bad trust who holds the property. So it's a bit of a cycle, which it's a bit of a cycle, and if somebody wants more details, I can explain to them personally. Thank you everyone for listening. So that was my presentation. Lottery അടിക്കാത്തവർക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. Thank you. If you have any question, happy to answer. Like Sunil പറഞ്ഞില്ലേ, നമുക്ക്
നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ എടുക്കുന്നത് ബാങ്കിൽ നമ്മുടെ മോർഗേജിലിട്ട് എക്സ്ട്രാ നമ്മുടെ കുറച്ച് ഇൻകം വന്നു. നമ്മളപ്പോൾ നമ്മുടെ അത് 2 രീതിയിൽ ഇടാമെന്ന് പറഞ്ഞു. ഒന്ന് ഓഫ്സെറ്റ് അക്കൗണ്ട്, ഒന്നല്ലാതെ ഡയറക്റ്റ് ബാങ്കിൽ ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് രീതിയിൽ ചെയ്താലാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് വരുന്നത്? എൻ്റെ ഇത് കേട്ടിരിക്കുന്നത് ഓഫ്സെറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് വിഡ്രോ ചെയ്യാം, പിന്നീട് ഒരു ആവശ്യമില്ല. മറ്റേ രീതിയിലാണ് വിഡ്രോ. അതാണോ അതിൻ്റെ ഒരു ബെനിഫിറ്റ്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതൊരു വെരി കോമൺ ക്വസ്റ്റ്യൻ ആണ്. രണ്ടും ബെനിഫിറ്റ് സെയിം ആണ്. പക്ഷേ റീഡ്രോയിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പല ബാങ്കിനും ഒന്നിച്ച് ഇത്രയും രൂപ ചില ബാങ്ക്സിനൊക്കെ റിസ്ട്രിക്ഷൻ ഉണ്ട്. നമ്മൾ ഒരു 30 ഡേയ്സ് പീരീഡ് കഴിഞ്ഞ് അത് എടുക്കാൻ പറ്റത്തുള്ളൂ. ചില ബാങ്കിന് അതിന് ഇത്ര രൂപ ഒരു സമയത്ത് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ചില ബാങ്ക്സിന്. വലിയ ബാങ്ക്സിന് അങ്ങനെ സാധാരണ റിസ്ട്രിക്ഷൻ കാണാറില്ല. പക്ഷേ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. നമ്മുടെ സാലറി വരുന്നതും പോകുന്ന പെർ ഡേ ആണല്ലോ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ്. അപ്പോൾ ഓരോ ഡോളർ അതിൽ കിടക്കുന്നതോറും നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. സോ പ്രിഫേർഡ് ഈസ് ഓഫ്സെറ്റ്. പക്ഷേ സാധാരണ അതിന് ഒരു ആനുവൽ ഫീ ഒക്കെ കാണാറുണ്ട്. സം ബാങ്ക്സ് ഡോണ്ട് ചാർജ് ആനുവൽ ഫീ. സോ അതൊരു നല്ല ഓഫ്സെറ്റ് ആണ് കുറച്ചുകൂടെ ഒരു ഫ്ലെക്സിബിൾ ബെനിഫിഷ്യൽ വേ. Good question. Interesting question also, because ഇത് കുറച്ച് നാൾ മുന്നേ ഈ ആൾക്കാർ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും നാളും ക്യാഷ് ബാക്ക് ഓഫറും അങ്ങനെയുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ സോ മൈ സജഷൻ ടു എവറിബഡി ടു മൈ റെഗുലർ ക്ലയൻസ് ഈസ് don't change banks unless it's really required. It's a waste of time unless it is required. Okay, what is the benefit you are getting out of changing a bank? If the interest rate is not substantially different, giving you savings, because you're changing bank, you're going to have an expense of $1,000 to $2,000 of changing, which you might get it back only in 2 years' time. Yeah, 1 or 2 years' time. So unless there is a substantial benefit, there is no point in changing bank, refinancing ചെയ്യുന്നതിന് specific beneficial കാര്യം ഉണ്ടാകണം. I would say, let's say you want to buy an investment property, next investment property. You want to take your equity out of that and buy an investment property. അല്ലെങ്കിൽ നമ്മുടെ ഒരു കാറ് വാങ്ങിക്കണം, നമുക്ക് ഇപ്പോൾ ഉള്ള ലെൻഡർ നമുക്ക് അത്രയും ലോൺ തരുന്നില്ല, വേറൊരു ബാങ്കാണ് കൂടുതൽ തരുന്നത്. സോ ദർ ഇസ് സം റീസൺ, സ്പെസിഫിക് റീസൺ വിച്ച് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് യു. അല്ലാതെ ബാങ്ക് ചേഞ്ച് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. എപ്പോഴും നമ്മളൊരു ബാങ്ക് മാറുന്നതിന് മുന്നേ നമ്മളൊരു ബാങ്കിനെ വിളിച്ച്, ഫോർ എക്സാമ്പിൾ നമ്മുടെ വിക്കുവല്ലായുടെ അക്കൗണ്ട് കോമൺവെൽത്തിലായിരിക്കും കൂടുതലും ആൾക്കാർ, എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അവരെ വിളിച്ചൊന്ന് പേടിപ്പിച്ചാൽ മതി. ഹലോ, ഞാൻ ബാങ്ക് മാറാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ നമ്മൾ മാച്ച് ചെയ്ത് തരും റേറ്റ്. 80% ഓഫ് ദി ടൈം ദേ ഡു ദാറ്റ് ജനറലി ബാങ്ക് മാറുന്നതിന് മുന്നേ. സോ ടു ഗിവ് യു ദ ആൻസർ ടു ദാറ്റ് ഇസ് talk to the lender, talk to your broker before you change, and then ഒരു സ്പെസിഫിക് റീസൺ ഒബ്ജക്റ്റീവ് ഇല്ലാതെ ബാങ്ക് ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ല. നേരത്തെ കുറച്ചു കാലം മുന്നേ വരെ $4,000 ക്യാഷ് ബാക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് മൂവ് ചെയ്യുമ്പം യെസ് ദർ ഇസ് സം ബെനിഫിറ്റ് ഫോർ ദാറ്റ്. പക്ഷെ അല്ലെങ്കിൽ ദർ ഇസ് നോ ഫൈനാൻഷ്യൽ റീസൺ ഇല്ലാതെ ബാങ്ക് മൂവ് ചെയ്യരുത്. Not really. You don't have to. You can use the same lender, or a different lender. Yeah. So either both options ഉണ്ട്. If the bank move ചെയ്യുന്നത് സാധാരണ പുതിയ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ where you are not getting enough borrowing capacity in the current lender. Current lenders have a tendency, some lenders do have a tendency of getting a bit complacent to the existing customers. That's a very typical thing we see. So they are looking for, all the banks are looking for new customers, new loan, right? So അങ്ങനെയുള്ളപ്പം അത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. യുവർ ഫസ്റ്റ് ടോക്ക് ടു ഓൾവേസ്, എൻ്റെ ഒരു ക്ലയൻ്റ് ആണ്, I always try and get the home loan where they are, the next home investment property. Even if they're not my new client, I try to get them with the same bank. Any other questions? All good? SFിന്റെ മിനിമം സൂപ്രാനോ? SMS. SFിന് മിനിമം സൂപ്രാനോ ഉണ്ടോ?
ഓക്കെ, അതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ ഒരു വെരി സെൻസിറ്റീവ് ടോപ്പിക്. SMSFന് പല ലെൻഡേഴ്സും ഈ ബിഗ് ലെൻഡേഴ്സ് എല്ലാം SMSF ഫീൽഡ് വിട്ടു. ലൈക്ക് വെസ്റ്റ് ബാക്ക് ഒത്തിരി ലെൻഡേഴ്സ്, മെയിൻ ലെൻഡേഴ്സ് എല്ലാം വിട്ടു. സോ വാട്ട് ഹാപ്പൻഡ് ഈസ് അങ്ങനെയുള്ള ലെൻഡേഴ്സിന് മിനിമം റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം പുതിയ സ്മോളർ ലെൻഡേഴ്സിന് അങ്ങനെ ഒരു മിനിമം റിക്വയർമെൻറ്റ് ഇല്ല. സോ ആസ് ലോങ് ആസ് യു ഹാവ് 20 to 30% in your for your next purchase through SMSF, there's no minimum requirement now. So there are many flexible options for SMSF. I think that's all. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വളരെ മിക്ക എല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണെന്ന് അറിയാം. ഹോം ലോണിൻ്റെ വളരെ ബേസിക് പ്രസൻറ്റേഷൻ ആയിരുന്നു ഇത്. സോ എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് മീ. ഐ എം അറൗണ്ട്. താങ്ക് യു സുലജ, താങ്ക് യു ഋഷോൻ. എല്ലാവർക്കും വന്നതിൽ വളരെ നന്ദി. ഇനി വീടില്ലാത്തവർ വീട് വാങ്ങിക്കട്ടെ, വീടുള്ളവർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കട്ടെ, ബിസിനസ് ഫണ്ട് വഴിയും അല്ലാതെയും വാങ്ങിക്കട്ടെ. എല്ലാവർക്കും അതിനുള്ള ഭാവങ്ങൾ നേരുന്നു.